ഹായ് ഫ്രണ്ട്സ്, നത്താഷാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. പച്ചമാങ്ങ ഇപ്പം നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ കിടന്ന സമയമാണല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. മാങ്ങാരസം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: മെയിനായി പച്ചമാങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു പച്ചമാങ്ങയാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എള്ള്, 1 ടേബിൾ സ്പൂൺ മല്ലി. ഇവിടെ ഞാൻ 4 വറ്റൽമുളക് ഉപയോഗിക്കുന്നുണ്ട്. 2 എണ്ണം താളിക്കാനായി ഉപയോഗിക്കുന്നു. 1/2 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, 2 ഇതൾ കറിവേപ്പില, ആവശ്യത്തിന് മല്ലിയില. പച്ചമുളകും മാങ്ങയും നമുക്കൊന്ന് ചുട്ടെടുക്കാം. മാങ്ങയും പച്ചമുളകും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറുത്ത തൊലിയൊക്കെ നമുക്കൊന്ന് കളയണം. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പത്തേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാൻ ഒന്ന് ചൂടാവാൻ വെക്കാം. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മല്ലി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലേശം തീ കുറച്ചിടണം. ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇടുമ്പോഴത്തേക്ക് നമുക്കൊരു സ്മെല്ലൊക്കെ വരും. നമുക്ക് 2 വറ്റൽ മുളകും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റണം. നമ്മളിതിനകത്ത് എണ്ണ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. നമുക്ക് എള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ മണം വരുന്നുണ്ട്. ഇത് ചെറുതായി പൊട്ടുന്നുണ്ട്. എള്ളാണെന്ന് തോന്നുന്നു. എള്ള് ചെറുതായി പൊട്ടുന്നുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചില്ലെങ്കിൽ ചിലപ്പോൾ എള്ള് പൊട്ടി പുറത്തേക്ക് പോകും. നമ്മൾ സൂക്ഷിച്ച് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ പച്ചമുളകൊക്കെ ആവുമ്പോഴത്തേക്ക് ഒരു നല്ല മണം വരും. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. മാങ്ങ ചുട്ട് നമ്മളൊന്ന് തൊലി കളഞ്ഞിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം മാങ്ങയൊന്ന് അരിഞ്ഞ് പച്ചമുളകും മാങ്ങയും കൂടെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതോടെ തന്നെ നമ്മൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചത് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഇതെല്ലാം നമുക്കൊന്ന് ചെയ്തിട്ട് വരാം. മാങ്ങയും പച്ചമുളകും ഇവിടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ചത് നമുക്ക് ആദ്യം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ഇട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഗ്യാസ് സ്റ്റൗവിലല്ല വെക്കുന്നത്, അല്ലാതെ തന്നെ നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഗ്യാസ് സ്റ്റൗവിൽ വെക്കേണ്ട ആവശ്യമില്ല. വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ മാങ്ങേൻ്റെ അണ്ടി ഉണ്ടല്ലോ, ആ അണ്ടീൻ്റെ വെള്ളമാണ്, അരച്ചതിൻ്റെ മാങ്ങാണ്ടീൻ്റെ വെള്ളമാണ് നമ്മളിവിടെ
അരച്ചതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇപ്പം നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് മല്ലിയില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. മാങ്ങാരസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. തോട്ടത്തിൽ മാങ്ങ കൂടുതലുണ്ടാവും. അപ്പൊ പിന്നെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.